ആദ്യ ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് കാർണൽ. കാർണൽ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, വിപരീതം. ഓപ്ഷൻ ബി ആണ് ആൻസർ, സ്പിരിച്വൽ. അപ്പോൾ കാർണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർണൽ എന്ന് പറയുന്നത് ലൗകികപരമായ, സ്പിരിച്വൽ എന്ന് പറയുന്നത് അലൗകികകരമായ. അപ്പോൾ ഈ വാക്കുകൾ ഒന്ന് കുറിച്ച് വയ്ക്കുക, നോട്ടിൽ കുറിച്ച് വയ്ക്കുക. ഇനിയും ചോദിക്കും, ഈ ചോദ്യം കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നെ വരും. ഇപ്പോൾ 2010 മുതലുള്ള ചോദ്യങ്ങളുടെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങളെല്ലാം ആവർത്തിച്ച് വരാറുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ ഇനി കേൾക്കുമ്പോൾ തെറ്റിക്കരുത്. ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് കാർണൽ എന്ന് പറയുന്നത് സ്പിരിച്വൽ. അപ്പോൾ ഇത് വൊക്കാബുലറിയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ബെസ്റ്റോ. ബെസ്റ്റോ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ, ടേക്ക് അവേ. അപ്പോൾ എന്താണ് ഈ ബെസ്റ്റോ എന്ന് പറയുന്നത്? ബെസ്റ്റോ എന്ന് പറയുന്നത് നൽകുക, സമ്മാനിക്കുക എന്നാണ് ബെസ്റ്റോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്പോസിറ്റ് ടേക്ക് അവേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ മിനിസ്റ്റർ അഗ്രീഡ് ടു ഡാഷ് ദ താജ്മഹൽ ഡ്യൂറിങ് ഹിസ് 3 days വിസിറ്റ് ടു നോർത്ത് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഫ്രേസൽ വെർബ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാൾ അറ്റ് ആണോ, കാൾ ഓൺ ആണോ, കാൾ ഫോർ ആണോ, കാൾ ഓഫ് ആണോ? അപ്പോൾ ഇത് നമ്മൾ ഒരു ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ഫ്രേസൽ വെർബ്സ് കാളിൻ്റെതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാൾ അറ്റ് എന്തുവാണ്? വിസിറ്റ് എ പ്ലേസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ആൻസർ. ദ മിനിസ്റ്റർ അഗ്രീഡ് ടു കാൾ അറ്റ് ദ താജ്മഹൽ ഡ്യൂറിങ് ഹിസ് 3 days വിസിറ്റ് ടു നോർത്ത് ഇന്ത്യ. സന്ദർശിക്കുക. ഇനി കാൾ ഓൺ എന്തുവാണ്? വിസിറ്റ് എ പേഴ്സൺ. അപ്പോൾ ഓൺ എന്ന് അവസാനം ഉണ്ട്, പേഴ്സൺ, PERSON, അതിലൊരു ഓൺ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്ന് പഠിച്ചു. കാൾ ഫോർ എന്ന് പറയുന്നത് ഡിമാൻഡ്, ആവശ്യം എന്ന് പഠിച്ചു. കാൾ ഓഫ് ക്യാൻസൽ എന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹി ഹാസ് എ ഡീപ് ഡിസ്ട്രക്ട് ഡാഷ് ഹിസ് നൈബേഴ്സ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓഫ്. അപ്പോൾ ഡിസ്ട്രക്റ്റ് ഓഫ് എന്ന് പഠിക്കുക, ഡിസ്ട്രക്റ്റ് ഓഫ് എന്ന് ചേർത്ത് പഠിക്കുക. ഹി ഹാസ് എ ഡീപ് ഡിസ്ട്രക്റ്റ് ഓഫ് ഹിസ് നൈബേഴ്സ്. അടുത്ത ചോദ്യം, ദ പാസീവ് വോയിസ് ഓഫ് ഐ ഹാവ് ഗിവൺ ഈസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ തന്നിട്ടുള്ള സെനൻസ് ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പെർഫെക്റ്റ് വരുന്ന ടെൻസിലല്ല, ഒരു ബീൻ കൂടി നമ്മുടെ പാസീവ് വോയിസിലുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ബീയിങ് വരും, പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ബീൻ വരും. അപ്പോൾ അത്രയും മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ബീൻ ഉള്ളത് ഒരെണ്ണം, ഐ ഹാവ് ബീൻ ഗീവൺ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, വെനെവർ ഹി ഡാഷ് ഹിസ് മൗത്ത് ഹി ആൾവേസ് സംതിങ് ഫൂളിഷ്. ഓപ്പൺ വരുമോ, ഓപ്പൺസ് വരുമോ, ഓപ്പണിങ് വരുമോ, വിൽ ഓപ്പൺ വരുമോ? ഓപ്ഷൻ ബി ഓപ്പൺസ് ആണ് വരിക. കാരണം ഹി, ഷീ, ഇറ്റ്, ഹി ഓർ ഷീ ഓർ ഇറ്റ് ഇതിനോടുകൂടി യെസ് വരുന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. ഓപ്പൺസ്, ഓപ്പൺ അല്ല, ഓപ്പൺസ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഓർക്കുക, ഹി, ഷീ, ഇറ്റ് എന്നിവയോടൊപ്പം ഓപ്പൺസ് ആണ് ഉപയോഗിക്കുന്നത്, പ്ലൂറൽ. അപ്പോൾ അതും ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്. തെറ്റായ സ്പെല്ലിങ്ങൾ ഏതാണ്? സൊജേൺ ഉണ്ട്, ശ്രാവൺ ഉണ്ട്, സോൾഡിയർ ഉണ്ട്, സോൾമൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ശ്രാവൺ. അപ്പോൾ ശ്രാവൻ്റെ സ്പെല്ലിംഗ് എന്താണ്? SOVEREIGN ആണ്. ഈ ഐയും ഇയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതേണ്ടി വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഈ ചോദ്യം കഴിഞ്ഞ VUക്കും ഉണ്ടായിരുന്നു, അപ്പോൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ എക്സ്പ്രഷൻ കിക്ക് ദ ബക്കറ്റ് മീൻസ്. അപ്പോൾ കിക്ക് ദ ബക്കറ്റ് എൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് ടു ഡൈ എന്നാണ്, മരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ PSC കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, ടു കം ഔട്ട് വിക്ടറീസ്. ഓപ്ഷൻ എ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും വരും. അതിനോട് ടു അഡ്മിറ്റ് ഡിഫീറ്റ് ഓർ ഫെയിലിയർ, തകരുക, അതും കറക്റ്റായിട്ട് മീനിങ് വരും. അപ്പോൾ PSCയുടെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു, ടു കം ഔട്ട് വിക്ടറീസ്.
ഓൺ ആൻഡ് ഓഫ് ഹി വിസിറ്റഡ് ഹിസ് ഫ്രണ്ട് മീൻസ് ഹി വിസിറ്റഡ് വെരി ഓഫൺ. അപ്പോൾ ഓൺ ആൻഡ് ഓഫ് അതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. വെരി ഓഫൺ എന്ന് പറയുന്നത് പലപ്പോഴും. അപ്പോൾ പലപ്പോഴുമാണ് ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്നത്. പലപ്പോഴും അയാൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്തിരുന്നു. അടുത്ത ചോദ്യം, ഹി ഡാഷ് ദാറ്റ് ഇന്ത്യ ഈസ് റിയലി ഗ്രേറ്റ്. ഓപ്ഷൻ ബി ആണ് ഒപ്പൈൻസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു യെസ് വരുന്നതാണ് ഹി ഷീ ഇറ്റിനോട് കൂടി ഉപയോഗിക്കുന്നത്. അത് തന്നെ ഇവിടുത്തെ ആൻസർ ഒപ്പൈൻസ്. അപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യ ഈസ് റിയലി ഗ്രേറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, കേരള ഈസ് ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് പോസിറ്റീവ് ഡിഗ്രീസ്. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി ആണ് ചോദിച്ചിട്ടുള്ളത്. പോസിറ്റീവ് ഡിഗ്രി ചോദിക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. നോ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ആസ് ലിറ്ററേറ്റ് ആസ് കേരള. അപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്, ബാക്കിയെല്ലാം ബാക്കിലെന്നാണ് ഓപ്ഷൻ സിയുടെ അർത്ഥം. ദ മെമ്പേഴ്സ് ഡിസ്കസ് ഡാഷ് മാറ്റർ എലാബറേറ്റർലി. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ദ മെമ്പേഴ്സ് ഡിസ്കസ്ഡ് ദ മാറ്റേഴ്സ് എലാബറേറ്റ്ലി. ഹി ഡാഷ് ദ SSLC എക്സാമിനേഷൻ 4 years ago. പാസ്. അപ്പോൾ ഇത് നമ്മൾ തമാശ രൂപത്തെങ്കിലും ഈ SSLC പാസ്സാവുമ്പോൾ ചിലരുടെ കമൻറ്റ് കാണാറുണ്ട്, ഐ ആം പാസ്ഡ് എവേ SSLC എക്സാം, ദ SSLC എക്സാം എന്ന് കണ്ടിട്ട് പാസ്ഡ് എവേ എന്നൊക്കെ വെറുതെ തമാശയ്ക്ക്. അപ്പോൾ അത്രയും ഓർത്തിരുന്നാൽ മതി. അതായത് ഇവിടെ നമ്മൾ കണക്റ്റിംഗ് വേർഡ് എഗോ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തിലുള്ളതാണ്, പാസ്റ്റ് ടെൻസ്. അപ്പോൾ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, അപ്പോൾ എഗോ അതെല്ലാം കഴിഞ്ഞ കാലത്തിലുള്ള കീവേഡാണ്. അപ്പോൾ ആ കീവേഡ് ഉള്ളപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഹി പാസ്ഡ് ദ SSLC എക്സാമിനേഷൻ 4 years ago. When he was about to be arrested, he dashed the police. PSC കൊടുത്തിട്ടുള്ള ആൻസർ 22 ആണ്. എന്നാൽ നമുക്കിവിടെ 24ഉം ഉപയോഗിക്കാം. അതായത് അറ്റാക്ക് ചെയ്ത് 24 എന്ന് പറയുന്നത് അറ്റാക്കാണ്. വെൻ ഹി വാസ് എബൌട്ട് ടു ബി അറസ്റ്റഡ് ഹി അറ്റാക്ക് ദ പോലീസ് എന്നും പറയാം. PSC കൊടുത്ത ആൻസർ ഓപ്ഷൻ സി ആണ്. ബിയും വരാം. ടു ഗെറ്റ് എ വിൻഫാൾ മീൻസ്. ടു ഗെറ്റ് എ വിൻഫാൾ മീൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഫോർച്യൂൺ. The bench dash legs are broken must be repaired. Option C ആണ് ആൻസർ, ഹൂസ്. അപ്പോൾ ഇത് ഓർക്കുക, ഹൂ കഴിഞ്ഞ് എപ്പോഴും ഒരു വെർബ് വരണം. എന്നാൽ ഹൂസ് കഴിഞ്ഞ് ഒരു നൗൺ വരാം. അപ്പോൾ ലെഗ്സ് ഇവിടെ നൗണായിട്ട് വരും. അപ്പോൾ ഹൂസ് കഴിഞ്ഞ് നൗൺ വരാം. പിന്നെ ഹൂം കഴിഞ്ഞ് ഒരു പ്രോനൗൺ വരണം. ഐ, വി, ഹി. അപ്പോൾ അതൊക്കെ ഹൂം കഴിഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ അത്രയും ഒന്ന് നോക്കിയാൽ മതി. ദ എക്സ്പ്രഷൻ എൻ മാസെ മീൻസ് ഇൻ എ ബോഡി. അപ്പോൾ ഇത് ഫ്രഞ്ച് വേർഡാണ്. എൻ മാസെ എന്ന് പറയുന്നത് ഇൻ എ ബോഡി. അപ്പോൾ എൻ മാസെ ഓർക്കുക, ഇൻ എ ബോഡി. എൻ റൂട്ട് ROUT ഓർക്കുക, ഓൺ ദ വേ. അപ്പോൾ എൻ റൂട്ട് ഓൺ ദ വേ, അത് റൂട്ട് നമുക്കറിയാം, അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഉള്ളത് എൻ ബ്ലോക്ക് എന്ന് പറയുന്നത് BLOC ആണ്. എൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ഹോൾസെയിൽ ഓർ കംപ്ലീറ്റ്ലി. അപ്പോൾ എൻ വച്ചിട്ടുള്ളത് അത്രയും, ഇത് മൂന്നും ഒന്ന് ഓർക്കുക ഒന്നുകൂടി. എൻ ബ്ലോക്ക്, ഹോൾസെയിൽ ഓർ കംപ്ലീറ്റ്ലി, എൻ മാസെ ഇൻ എ ബോഡി, എൻ റൂട്ട് ഓൺ ദ വേ. ഹാവ് സം മോർ കോഫി. ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ഓപ്ഷൻ ബി, വിൽ യു. അപ്പോൾ ഹാവ് സം മോർ കോഫി, വിൽ യു എന്ന് നമുക്ക് പ്രയോഗിക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. വൺ ഓഫ് ദ ഡാഷ് വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ്. ഓപ്ഷൻ സി ആണ് ക്രിമിനൽ. അപ്പോൾ ഇവിടെ വൺ ഓഫ് ദ പ്രയോഗം OPS എന്ന് പഠിക്കുക. OPS. O എന്ന് പറയുന്നത് വൺ ഓഫ് ദ, പി എന്ന് പറഞ്ഞ പ്ലൂറൽ വർണ്ണം, ക്രിമിനൽ
ആണ് പ്ലൂറൽ ആയിട്ടുള്ളത്. അപ്പോൾ ക്രിമിനൽ വന്നു. അടുത്ത് സിംഗുലർ വാസ്, OPS എന്ന് പഠിക്കുക, വൺ ഓഫ്. അപ്പോൾ വൺ ഓഫ് ദ ക്രിമിനൽ വാസ് അറസ്റ്റഡ് ബൈ ദ പോലീസ്. ഐ നോ ഡാഷ് മാൻ ഹു കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക്. ഓപ്ഷൻ ബി ആണ് ദ. ഐ നോ ദ മാൻ ഹു കമ്മിറ്റഡ് ദിസ് മിസ്റ്റേക്ക്. അപ്പോൾ ഇത്രയുമാണ് 2011 ചോദിച്ച LDCയിലെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ. ഇതൊന്നും നോക്കുമ്പോൾ ഇത്തിരി ടഫാണ്. ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴൊക്കെ ഇംഗ്ലീഷ് ലിബറലാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ നമ്മുടെ വൊക്കാബുലറി പാർട്ട് അത്രയും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഗ്രാമർ പാർട്ട് സാധാ ചോദിക്കുന്നത് തന്നെയാണ്. ഈ വൊക്കാബുലറി 10 ചോദ്യങ്ങളും ഒന്ന് എഴുതി പഠിക്കുക. 2010 മുതലുള്ളത് ഒന്ന് എഴുതി വെച്ചാൽ തീർച്ചയായും ഫൈനൽ എക്സാമിന് 20 ഇംഗ്ലീഷിന് ഉറപ്പാണ്. അപ്പോൾ അതൊന്നും ഓർത്ത് പഠിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.